നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ജനത ഇന്ന് പുതുവർഷം ആഘോഷിക്കുകയാണ്. പുതുവർഷം ആരോഗ്യത്തോടെ തുടങ്ങാം. അതിനായി വൈബ് ഫോർ വെൽനെസ് ജനകീയ ക്യാമ്പയിൻ പുതുവത്സര സമ്മാനമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നെല്ലാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, ആരോഗ്യ സംരക്ഷണത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മള് ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന പോലെ അത് വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല. നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ആരോഗ്യം വേണം. അപ്പൊ അതിന് നമ്മൾ ഈ വെൽബീയിങ് അല്ലെങ്കിൽ വെൽനെസ് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ ആണ് കേരളത്തിലെ കോടി ജനങ്ങളെയും ലക്ഷ്യമാക്കി സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോ രോഗപ്രതിരോധം എന്ന് പറയും. നമ്മുടെ നാട്ടിലെ ഒരു 25% പേർക്ക് പ്രമേഹവും 30% പേർക്ക് രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇങ്ങനെ ഇതിന്റെയൊക്കെ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ സങ്കീർണതയായ കിഡ്നി ഫെയിലിയർ അല്ലെ, ക്രോണിക് കിഡ്നി ഡിസീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. താലൂക്ക് ആശുപത്രി പോലും നമ്മൾ ഡയാലിസിസ് തുടങ്ങുകയാണ്. അത് ജനങ്ങളുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കും. ഇതിന്റെ മറ്റു വശമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഇപ്പോൾ പ്രമേഹവും രക്താതിസമ്മർദ്ദവും ഹൃദ്രോഗവും ഒന്നും ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കും. അതാണ് നമ്മൾ പ്രതിരോധം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർ ആരോഗ്യ സംരക്ഷണത്തിൽ മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഒരുപക്ഷെ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടും ആരോഗ്യ സംരക്ഷണത്തിൽ മരുന്ന് കഴിക്കണം എന്നുള്ള അത്യാവശ്യമാണ്. അസുഖം വന്നവര് അവരും ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമേഹത്തിന്റെയൊക്കെ സങ്കീർണതകൾ ഒരു വലിയ പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഡയാലിസിസ് അല്ലെങ്കിൽ ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ മറ്റു സങ്കീർണതകൾ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാവശ്യം ഏതാണ് എന്ന് ചോദിച്ചാല് ഓരോരുത്തരും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. അതിനുള്ള സാമൂഹിക സാഹചര്യങ്ങളും ഒരുക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ അറിവ് വേണം. നമ്മുടെ വീട്ടിൽ കുറെ സാഹചര്യങ്ങൾ വരണം. നമ്മുടെ കുടുംബത്തിലെ കുറച്ച്, ഇപ്പൊ നമ്മൾ അടുക്കളയിലെ പാചകം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ കുറെ വ്യത്യാസം വരുത്തണം. അതോടൊപ്പം തന്നെ നമുക്ക് പുറത്ത് കമ്മ്യൂണിറ്റി ലെവൽ, സാമൂഹിക തലത്തിലുള്ള ഇടപെടലുകളും അത്യാവശ്യമാണ്. അത് ആരോഗ്യ വകുപ്പാണെങ്കിലും പഞ്ചായത്ത് വകുപ്പാണെങ്കിലും ഒക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആരോഗ്യ സംരക്ഷണം. അപ്പൊ ഒരു ജനതയുടെ ആരോഗ്യത്തെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നമ്മൾ ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വ്യക്തിയുടെ ഒരു തലമുണ്ട്, ഒരു കുടുംബത്തിന്റെ ഒരു തലമുണ്ട്, സമൂഹം എന്ന് പറയുന്ന നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ, സമൂഹവും സർക്കാരും ഒക്കെ ചേർന്ന വലിയൊരു തലം കൂടിയുണ്ട്. ഇവ എങ്ങനെ തടയാം? ഇപ്പൊ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം ഒന്നുകൂടി പറയാമോ? ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ. ഇവ എങ്ങനെ തടയാം? ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ? നമ്മള് ഇപ്പൊ ഈ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ വെൽനെസ്, വെൽബീയിങ്ങിന് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നമ്മളൊരു പരിപാടി നടത്തുകയുണ്ടായി. മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികളും നമ്മുടെ സ്റ്റാഫും എല്ലാവരും കൂടെ ക്യാമ്പയിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ. അപ്പൊ നമ്മൾ ഓരോരുത്തരോടും എന്താണ് വെൽനെസ് എന്ന് ചോദിച്ചാല് നമുക്കെല്ലാം ഇത് എന്തോ ആണെന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ ഈ വെൽനെസ്സിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാല് നമ്മൾ ഓരോന്നും കുറച്ചുകൂടി ആലോചിക്കും. കാരണം അതൊരു കുറച്ചൊരു ആബ്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ ക്യാമ്പയിനുകളിലൊക്കെ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുരുക്കപ്പേരാണ്. NEST. നമ്മൾ പക്ഷിക്കൂടില്ലേ, കിളിക്കൂട്, ആ കിളിക്കൂടിന് NEST എന്നല്ലേ പറയുന്നത്. 2 S ഉള്ള ഒരു അക്രോണിമാണ്. അതിൽ ആദ്യത്തേത് ഭക്ഷണം, ന്യൂട്രീഷൻ. ഇപ്പൊ നമ്മുടെ വെൽനെസ്സിന് ഭക്ഷണമാണ്. 2 എക്സസൈസ്, വ്യായാമം. 3 സ്ലീപ്പ്, ഉറക്കം. ഇനി ഒരു എസും കൂടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കിളിക്കൂട് നെസ്റ്റിന് 2 S ഉണ്ട്, NESST. രണ്ടാമത്തെ S സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ് എന്നുള്ളതാണ്. ഇതൊരു ന്യൂ വേവ് സൈക്കോതെറാപ്പിയാണ്.
ഇതൊരു പുതിയ കാലത്തെ ചിന്തയാണ്. ഞാൻ എന്താണെന്ന് വിശദമായിട്ട് പിന്നെ പറയാം. ആ പുതിയ ചിന്ത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പ്രശ്നം, പ്രശ്നം എന്താ നമ്മുടെ ചർച്ചകളിലും ഒക്കെ നമ്മുടെ വീടുകളിലും ഒക്കെ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നമ്മുടെ മാനസിക നിലയിലെ വ്യത്യാസം വരും. നമ്മൾ അതിന്റെ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകളൊക്കെ കുറയും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്ത് സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ്, അതൊരു പുതിയ ചിന്താ പദ്ധതിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി സ്കൂളുകളിലും കോളേജുകളിലും ജോലി സ്ഥലത്തും ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ട്. അതാണ് മൂന്നാമത്തെ എസ്. 2 S രണ്ടാമത്തെ എസ്, നാലാമത്തെ അക്ഷരം NESSTയുടെ. അവസാനത്തത് ടൈം മാനേജ്മെന്റ്. നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു സമയം വേണം. സെൽഫ്, കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊരു സമയം വേണം. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു ടൈം മാനേജ്മെന്റ് വേണം. സ്ക്രീൻ ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഇന്റർനെറ്റും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എത്ര സമയം നോക്കുന്നു, അതൊക്കെ അനുസരിച്ചിട്ട്. കാരണം നമ്മളുടെ അത് ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ഒരു ചർച്ചയിൽ നമ്മുടെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ പറയണ്ടായി, അതില് ഒരു ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ് നമ്മളുടെ സ്വന്തം വെൽബീയിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗ പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വെൽബീയിങ് കൂട്ടുന്നതാണെങ്കിൽ, അത് ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള വെൽബീയിങ് കൂട്ടുകയാണെങ്കിലും ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വ്യായാമം, അത്യാവശ്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. 4ാമത്തെ കാര്യമാണ് ഈ സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ്. അത് നമ്മുടെ ചിന്താ രീതിയിലുള്ള ഒരു വ്യത്യാസമാണ്. അവസാനത്തേത് ടൈം മാനേജ്മെന്റ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ഭക്ഷണം തന്നെയാണ്. ഡോക്ടർ, ഈ ഭക്ഷണത്തിന് ചില ആളുകൾ സപ്ലിമെന്റ്സ് തുടങ്ങിയ മരുന്നുകൾ കഴിക്കേണ്ട സാഹചര്യങ്ങൾ കാണാറുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചോറ്, കറി, പയറ്, പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്ലിമെന്റ് കഴിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അത് നമ്മൾ ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി, അത് അരി, പയർ, ഇങ്ങനെ ചോറ്, കറി, ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടിയാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ, അതില് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസും മിനറൽസ് ഉണ്ട്, ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഓരോന്നിനും ഓരോ ഗുളികയായിട്ട് കൂട്ടിയല്ല ചെയ്യേണ്ടത്. കാരണം അത് അതിന്റെ സ്വാഭാവികമായ ഉറവിടങ്ങളിൽ കൂടി കിട്ടുന്നതാണ് ഏറ്റവും ശാസ്ത്രീയം. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞ്, അല്ലെങ്കിൽ കീമോതെറാപ്പി, അല്ലെങ്കിൽ വളരെ പ്രായമായി മറ്റെന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഇത്തരം സപ്ലിമെന്റ്സുകൾ നമ്മൾ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇപ്പൊ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, വളരെ ഇപ്പൊ ഗർഭിണികൾക്ക് വിളർച്ചയുണ്ട്, നമ്മൾ അതിനെ കൊടുത്തേ പറ്റൂ അയൺ സപ്ലിമെന്റ്. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഒഴിച്ച് മറ്റ് നമ്മൾ എല്ലാവരും തന്നെ അത്തരം സപ്ലിമെന്റുകളിൽ വഴിയല്ല നമ്മുടെ ആഹാര ആവശ്യങ്ങൾ. അത് ഞാൻ ചുരുക്കി പറയാം. കേരളത്തിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ വെൽനസ് ക്യാമ്പയിനിൽ ഭക്ഷണം പ്രധാനമെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ആകെ കഴിക്കുന്ന അരിയുടെയും ഗോതമ്പിന്റെയും അളവ് കുറയ്ക്കണം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചോറിന്റെ അളവ് കുറയ്ക്കണം, വാങ്ങുന്ന അരിയുടെ അളവ് കുറയ്ക്കണം, നമ്മൾ ക്യാൻറ്റീനിലോ ഹോട്ടലിലോ പോയി ഓർഡർ ചെയ്യുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം, അവിടെ വിളമ്പുന്ന ചോറിന്റെ അളവും കുറയ്ക്കണം. ഇനി എത്ര ചോറ് ഒരു ദിവസം കഴിക്കാം, ഇത് വളരെ പ്രധാനമാണ്. അമേരിക്കൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അത് 6 ഔൺസ് അല്ലെങ്കിൽ 170 ഗ്രാം ആണ്. അല്ലെങ്കിൽ ഒരു 6 സ്ലൈസ് ബ്രെഡ് അല്ലെങ്കിൽ 6 ചപ്പാത്തികൾ. ഞാൻ വീണ്ടും ഈ ബ്രെഡും ചപ്പാത്തിയും പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഊഹം കിട്ടാനാണ്. 170 ഗ്രാം ആണ് നമ്മൾ ആകെ ഒരു ദിവസം ധാന്യം വേണ്ടതെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വളരെ കൂടുതലാണ് നമ്മളിപ്പോ കഴിക്കുന്നത്. ആ പ്ലേറ്റ് നിറച്ച് ചോറ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഇന്നത്തെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് നമ്മൾ വരണ്ട. പക്ഷെ അപ്പൊ നമുക്ക് വിശക്കും. അപ്പൊ എന്ത് കഴിക്കണം? പച്ചക്കറികൾ കഴിക്കണം. ആ പച്ചക്കറികൾ ഒരു ദിവസം 400 ഗ്രാം പച്ചക്കറിയും 100 ഗ്രാം പഴങ്ങളും ഒരു വ്യക്തിക്ക് അത്യാവശ്യമാണ്. ഇതിനേക്കാൾ വളരെ, അതിന്റെ 4/1 നമ്മളിപ്പോ കഴിക്കുന്നു. അതായത് നമ്മളിപ്പോ കഴിക്കുന്നതിന്റെ ഒരു 4 ഇരട്ടിയോളം പച്ചക്കറികൾ കൂട്ടുകയും അതേസമയം ധാന്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിലെ ചോറ്, ചപ്പാത്തി, ഉപ്മാവ്, ഇഡലി, ദോശ, അപ്പം, ഇതിന്റെയൊക്കെ എണ്ണം കുറയ്ക്കുകയും വേണം. അത് കാരണം നമ്മളുടെ പലപ്പോഴും കേരളത്തിൽ ഈ വയറൊരു പ്രശ്നമാണല്ലോ. വയറ് മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു ലക്ഷണമാണ് ഈ കുടവയർ. ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ ആയിട്ട് അതിന് ബന്ധപ്പെട്ട്, അതിന് തന്നെ ഹൃദ്രോഗവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതിനൊക്കെ കുറയണമെങ്കിൽ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുന്ന ആകെ കാലറി കുറയ്ക്കുക എന്നതോടൊപ്പം തന്നെ ഈ
ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുകയും പച്ചക്കറികളുടെ അളവ് കൂട്ടുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ പാല് നമ്മള് കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മള് പശുവിന്റെ പാല് തിളപ്പിച്ച് വെച്ചിരുന്നാൽ അത് കേടാവുമല്ലോ. പക്ഷെ ഈ നമ്മള് പാക്കേജ്ഡ് ആയിട്ടുള്ള ഇപ്പൊ കേക്ക്, പേസ്ട്രീസ്, ബിസ്ക്കറ്റുകളൊക്കെ വളരെ വില കുറച്ച് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാക്കുന്നത് ഇന്ത്യയിൽ ഈ ട്രാൻസ് ഫാറ്റിന്റെ ഉപയോഗം വളരെ വളരെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണ ചൂടാക്കി അല്ലെങ്കിൽ ഡാൽഡ ഒക്കെ ആയിട്ട് മാറുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് ആയിട്ട് മാറുന്നത്. അത് അത്രോജനിക്കാണ്, അതായത് നമ്മുടെ ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകും. നമ്മൾ ഈ കുട്ടികൾ തൊട്ട് എല്ലാവർക്കും ഈ ബിസ്ക്കറ്റ്, കേക്ക്, പേസ്ട്രീസ്, ഷെൽഫ് ലൈഫ് കൂടിയിട്ടുള്ള, അതായത് നമ്മളെ വീട്ടിലിപ്പം ഇഡലിയോ ദോശയോ ചോറോ ചപ്പാത്തി എന്തുണ്ടാക്കിയാലും അത് ഷെൽഫ് ലൈഫ് കുറവാണ്. കാരണം അത് ഒന്നുകിൽ നമ്മൾ അന്ന് തന്നെ കഴിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കും. പക്ഷെ അതിന്റെ ഷെൽഫ് ലൈഫ് കുറവാണ്. ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഭക്ഷണ പ്രോസസ്സിങ്, ഒരു ഫുഡ് പ്രോസസ്സിങ് നടക്കും. ആ പ്രോസസ്സിങ് ആണ് ഈ നമ്മുടെ ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് കൂടുന്നത്. നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്, UPF എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ആഹാരത്തിലെ മാറ്റം എന്ന് പറയുന്നത് അരി, ഗോതമ്പ്, ധാന്യത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്, പച്ചക്കറിയുടെ അളവ് കൂട്ടുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മള് പ്ലേറ്റിന്റെ കാര്യം, ഈ മൈ പ്ലേറ്റ് അമേരിക്കൻ ആണ്, അത് ചൂസ് മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞ അമേരിക്കക്കാരുടെ ക്യാമ്പയിൻ ആണ്. ഒരു പ്ലേറ്റിന്റെ പകുതിയോളം പഴങ്ങളും പച്ചക്കറികളുമാണ്. പഴങ്ങളിൽ 100 ഗ്രാം കുറച്ചു മതി, പക്ഷെ കൂടുതൽ പച്ചക്കറികളാണ്. 1/4 മാത്രം മതി ധാന്യം, അതായത് ചോറ്, ഇഡലി, ദോശയൊക്കെ വളരെ കുറച്ചു മതി. ബാക്കി 1/4 പ്രോട്ടീന്റെ ഉറവിടങ്ങളാണ്. പ്രോട്ടീൻ പയറ്, പരിപ്പ്, മീൻ, മുട്ട തുടങ്ങിയവയൊക്കെയാണ്. അപ്പൊ ഈ മുട്ടയൊക്കെ നല്ല അയണിന്റെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ നല്ല ഒരു ഉറവിടമാണ്. വളരെ വില കൂടുതലും അല്ല, അതേസമയം എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുന്ന ഒരു ഭക്ഷണം കൂടിയാണ് മുട്ട. അപ്പൊ ഇതാണ് നമ്മളുടെ ന്യൂട്രീഷന്റെ കാര്യം പറഞ്ഞത്. വ്യക്തമാണ് ഡോക്ടർ, ഈ ഭക്ഷണത്തിന് പുറമെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതും അത്യാവശ്യമല്ലേ? ഇപ്പോൾ ടെൻഷൻ, സ്ട്രെസ്, ഇത്തരം പ്രശ്നങ്ങൾ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? കൃത്യമായ ഉറക്കത്തിന്റെ ആവശ്യകത എത്രത്തോളമാണ്? അതെ, വ്യായാമവും ഉറക്കവും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുറച്ച് ആളുകളൊക്കെ ജിമ്മിൽ പോവുകയും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മുതിർന്നയാൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും എയറോബിക് എക്സസൈസ്, നടപ്പ്, ഓട്ടം തുടങ്ങിയ എക്സസൈസ് ചെയ്യുകയും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ്, ജിമ്മിൽ പോയി ബെല്ലൊക്കെ എടുത്ത് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ അത് ചെയ്യാം, അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കി ചെയ്യാം. എക്സസൈസ് ചെയ്തേ മതിയാവും. അത് വീടിനകത്താണെങ്കിലും നമുക്ക് അതുകൊണ്ടാണ് പുതിയ സ്റ്റേഡിയങ്ങളും വാക്ക് വേകളും ഫുട്പാത്ത് അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന വഴികളും ഒക്കെ വരേണ്ടത്, പഞ്ചായത്തുകളും ഒക്കെ ആ ഒരു രീതിയിലേക്ക് വരേണ്ടത്. അപ്പൊ അതിന് ഒരുപാട് സാഹചര്യങ്ങൾ കൂടി വരണം. നമ്മൾക്ക് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനഃപൂർവ്വം ഇപ്പോ എണീറ്റ് നടക്കാൻ, തുടർച്ചയായി ഇരിക്കുന്ന ആളുകൾ ഓരോ 20 മിനിറ്റിലും എണീറ്റ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നടക്കാൻ ശ്രമിക്കുക. വീട്ടില് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് കഴിയുന്നതും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഒന്ന് നടക്കാൻ പോവുക. അതുപോലെ തന്നെ ഒന്നിച്ചു നിന്ന് ഒരു ഡാൻസോ സുംബയോ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. ഉറക്കം ഈ നമ്മൾ വിചാരിക്കും ഈ ഡയബറ്റീസിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളെല്ലാം ഈ ഭക്ഷണം മാത്രമാണ്. അല്ല, ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ല എങ്കിൽ അത് എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ ഒരു അപായ ഘടകമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. അത് പല ജീവിതശൈലി രോഗങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട അപായ ഘടകം തന്നെയാണ് ഉറക്കക്കുറവ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും പ്രസാദ് ആണ്. പ്രസാദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ശ്രീ പ്രസാദ്. ഹലോ. പിന്നെ ഹലോ, കേൾക്കാം. കുറെ ദിവസമായിട്ട് ഈ ഭയങ്കര ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് ഈ ഷുഗറും ഭയങ്കര കുറവാണ്. ഷുഗർ ഭയങ്കരമായിട്ട് കുറവാണ്. ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അതായത് ഇപ്പം കൊളസ്ട്രോളും കൂടി ഉറക്കവും ഇല്ല ഇപ്പം ഭയങ്കരമായിട്ട്. ഉറക്കമില്ലെന്നാണോ പറഞ്ഞ? ഫുഡ് കൂടുതൽ കഴിക്കുന്നു?
ഭയങ്കര ക്ഷീണമാണ്. ഒരിക്കൽ കൂടി പറയാമോ? ഡോക്ടർ, പ്രേക്ഷൻ പറയുന്നത് ഭക്ഷണം കൂടുതലായി കഴിക്കുന്നു, ഉറക്കം കുറവാണ്, കൊളസ്ട്രോളും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഉറക്കം കുറവെന്ന് വെച്ചാൽ കിടന്നാൽ ഉറക്കം വരാതിരിക്കുകയാണോ, അതോ നമ്മൾ ജോലിയൊക്കെ കാരണം ഉറങ്ങാൻ സമയം കിട്ടാതിരിക്കുന്ന അവസ്ഥയാണോ? കുറെ നേരം ഉറക്കം വരത്തില്ല. കിടന്ന ഉറക്കം കുറെ വരത്തില്ല നേരം അല്ലേ? ഉറക്കം വരത്തില്ല. ഉറക്കം കിട്ടാനായിട്ട് താമസിക്കും അല്ലേ? ഇത് ഇല്ല ഇല്ല ഇല്ല. 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ഇപ്പം ഉറക്കം കുറയുന്നതിന് പല കാരണങ്ങളാകാം. അത് ചെറിയ ഒരു സമയത്തേക്കുള്ളതാണോ, അതോ കുറെ നാളായിട്ട് ഉറക്കക്കുറവുണ്ടോ? ഞാനത് ചുരുക്കി ഒന്ന് പറയാം. ഉറക്കം കിട്ടാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യണം. തുടർച്ചയായ ഉറക്കക്കുറവ് വിഷാദരോഗമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ഉറക്കം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിഷാദരോഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തുടർച്ചയായിട്ട് നമുക്ക് കിടന്നാൽ ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ അതിനെ കുറിച്ച് പറയാം. എങ്കിലും ഉറക്കം നേരെ കിട്ടാനായിട്ട്, കാരണം ഇതുകളുടെ സാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉറക്കം കിട്ടാതിരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് 4 മണി കഴിഞ്ഞ് ചായ തുടങ്ങിയ കാര്യങ്ങള് ഒഴിവാക്കുക, മദ്യപാനം അല്ലെങ്കിൽ വലിയ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ രാത്രി ചെയ്യാതിരിക്കുക, രാത്രി കിടക്കുന്നതിന് കുറെ മുമ്പ്, കഴിയുമെങ്കിൽ 2 മണിക്കൂർ മുമ്പ് തന്നെ നമ്മുടെ സ്ക്രീനും ഫോണും ഒക്കെ ആയിട്ട് മാറ്റിവെക്കുക. ഉറങ്ങാൻ വേണ്ടി മാത്രം കട്ടിലിൽ പോവുക. നമ്മൾ അഥവാ ഉറക്കം വരുന്നില്ലെങ്കിൽ എണീറ്റ് പോയി ബുക്ക് വായിക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നിട്ട് ഉറക്കം വരുമ്പോൾ മാത്രം കിടക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ 2 ആഴ്ചയിൽ കൂടുതൽ സ്ഥിരമായിട്ട് കിടന്നാൽ ഉറക്കം കിട്ടുന്നില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ അതിന് ഏതെങ്കിലും അതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷാദരോഗമാണ്. അപ്പൊ വിഷാദരോഗം കണ്ടുപിടിക്കാനുള്ള 4 ചോദ്യങ്ങൾ, സ്ക്രീനിങ് ചോദ്യങ്ങൾ, പ്രൈമറി കെയർ സ്ക്രീനിങ് ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വാലിഡേറ്റ് ചെയ്ത് ബ്രിട്ടീഷ് ജേർണൽ സൈക്യാട്രിയിൽ പബ്ലിഷ് ചെയ്ത ഒരു ചോദ്യാവലിയുണ്ട്. ആ ചോദ്യം എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. SITS, നമ്മൾ ആദ്യം നെസ്റ്റ് പറഞ്ഞതുപോലെ SITS, ആ 4 ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിഷാദരോഗത്തിന്റെ ആണോ എന്നുള്ള സ്ക്രീനിങ് ചോദ്യമായിട്ട് നോക്കാം. അതില് ഒന്ന് നമുക്ക് സാഡ്നെസ് ആണ്, ഭയങ്കര സങ്കടം, നേരത്തെ ഒന്നും ഇല്ലാത്തത്ര കൂടുതലായിട്ട് വലിയൊരു സങ്കടം. ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ജോലി ചെയ്യാനൊക്കെയുള്ള താല്പര്യക്കുറവ്, നമ്മൾ TV കാണുന്നവയും അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കുകയും സിനിമ കാണുകയും പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവര്, അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക. അതാണ് ആദ്യത്തെ സാഡ്നെസ്, രണ്ടാമത്തെ ഇൻട്രസ്റ്റ്, മൂന്നാമത്തെ ടയർഡ്നെസ്, ഭയങ്കര ക്ഷീണം, രാവിലെയൊക്കെ എണീക്കുമ്പോൾ അങ്ങ് കിടന്നാൽ മതി, ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഭയങ്കര ക്ഷീണം. അവസാനത്തത് സ്ലീപ്ലെസ്നെസ്, ഉറക്കം കിട്ടാതിരിക്കുക. അപ്പൊ ഇതില് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് സ്ക്രീനിങ് ചോദ്യങ്ങളാണ്. ഇതൊരു വിഷാദ രോഗം ഉണ്ട് എന്ന് തീർച്ചപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്ന ചോദ്യങ്ങളല്ല. പക്ഷെ നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ പെട്ടെന്ന് ഇത് പറഞ്ഞാല് ഈ ഉറക്കക്കുറവും അതിന്റെ കൂടെ മനസ്സിന് സങ്കടം, താല്പര്യക്കുറവ്, ഭയങ്കര ക്ഷീണം, അതാണ് സാഡ്നെസ്, ഇൻട്രസ്റ്റ്, ടയർഡ്നെസ്, സ്ലീപ്ലെസ്നെസ്. ഇതില് 4-ല് 2 ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണണം. കേരളത്തിലാണെങ്കിൽ ആശ്വാസം എന്ന പേരില് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ വിഷാദ രോഗം കണ്ടെത്താനും ചികിത്സിക്കാനുമുള്ള സംവിധാനമുണ്ട്. നമുക്ക് എല്ലാ ജില്ലയിലും ജില്ലാ മാനസികാരോഗ്യ പരിപാടി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്. പല താലൂക്ക് ആശുപത്രികളിലും നമുക്ക് സൈക്യാട്രി വിങ് ഉണ്ട്, മെഡിക്കൽ കോളേജുകളിൽ സൈക്യാട്രി വിഭാഗമുണ്ട്. ഇത് കൂടാതെ സ്വകാര്യ മേഖലയിലും ആശുപത്രികളും സൈക്യാട്രിസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പം ഇതില് തിരിച്ചറിയപ്പെടാത്ത വിഷാദ രോഗം നമ്മളുടെ ജോലിയെ ബാധിക്കും, നമ്മളുടെ മനസ്സിന്റെ സ്വസ്ഥതയെ ബാധിക്കും. അപ്പൊ ഇത് ഇനി വരുന്ന വർഷങ്ങളില് ഇതിന്റെയൊക്കെ ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ പോലെ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട രോഗാതുരതയുടെ ഒരു കാരണമായിട്ടാണ് വിഷാദം വരുന്നത്. അപ്പം ഉറക്കം ഒരു ചെറിയ മീനല്ല. സാധാരണഗതിയിൽ നമ്മൾ അത്യാവശ്യമാണ് എല്ലാവരും ഉറങ്ങേണ്ടത്. അപ്പൊ അത് 8 മണിക്കൂർ തന്നെ നമ്മൾ ഉറങ്ങണം. ഈ ഉറങ്ങുന്നത് ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കല്ലപ്പലത്ത് നിന്നും സിന്ധുവാണ്. സിന്ധു, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സിന്ധു, പുതുവത്സരാശംസകൾ പറയും. സിന്ധു കേൾക്കാമോ? നമുക്ക് കോളറിലേക്ക് തിരികെ എത്താം. ഡോക്ടർ, ഈ ഇടയ്ക്കിടെ മെഡിക്കൽ ചെക്കപ്പിന്റെ
ആവശ്യം എത്രത്തോളമുണ്ട്? ഇപ്പോൾ സ്വയം ചികിത്സയുടെ അപകടങ്ങൾ എത്രത്തോളമുണ്ട് ഡോക്ടർ? നമ്മൾ ഈ വൈപ്പ് ഫോർ വെൽനെസ് എന്നുള്ളതിന്റെ അവസാനത്തെ ഒരു കാര്യം, ഈ ഏർലി ഡയഗ്നോസിസിന് വേണ്ടി നമുക്ക് അഥവാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് സാധാരണ കാര്യങ്ങളാണ്, കേരളത്തിൽ വളരെ കൂടുതൽ മുതിർന്നവരിലുള്ളതാണ് പ്രമേഹവും രക്താതിസമ്മർദ്ദവും. പക്ഷെ ഇതെങ്ങനെ കണ്ടുപിടിക്കും? പലരും പറയും നമുക്ക് പ്രഷറൊക്കെ നോർമൽ ആയിരിക്കും, കാരണം എനിക്ക് തലവേദനയോ തലകറക്കോ ഇല്ല. ഇതെല്ലാം സൈലന്റ് ആണ്. പ്രമേഹം വളരെ ഉയർന്നത് 120/80 എന്നുള്ളതാണ് നമ്മുടെ സാധാരണ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. അതിൽ ചിലപ്പോൾ വളരെ കൂടിയാൽ പോലും നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല. അതുപോലെ തന്നെയാണ് പലരുടെയും ഒരു കാലിൽ മുറിവ് ഉണങ്ങാതിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ പെട്ടെന്നൊരു ഹാർട്ടിന് പ്രശ്നമായിട്ട് ആശുപത്രി ചെല്ലുമ്പോഴോ ഒക്കെയാണ്, മറ്റെന്തെങ്കിലും കാരണത്തിന് നോക്കുമ്പോഴാണ് നമ്മൾ പ്രമേഹമോ രക്താതിസമ്മർദ്ദമോ ഉണ്ടോ എന്നറിയുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സിറ്റ്സ് ഡിപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ റാൻഡം ബ്ലഡ് ഷുഗർ, നമ്മള് ബ്ലഡ് ഷുഗർ വെറുതെ ബ്ലഡിൽ, അതായത് ഫാസ്റ്റിംഗ് ഒന്നും അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊന്നുമല്ല, അല്ലാതെ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ 200-ൽ കൂടുതലാണെന്ന് വിചാരിച്ചു. അത് ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യൂല, അതേസമയം അതൊരു സ്ക്രീനിങ് ആണ്. അതുപോലെ നമ്മളെ ബ്ലഡ്, അപ്പൊ കൂടെ കൂടെ നമ്മള് പ്രത്യേകിച്ചും മുതിർന്നവർ, കുട്ടികളും നോക്കണം എന്നുള്ളതാണ്. കാരണം കുട്ടികളുടേതാണെങ്കിലും രക്തസമ്മർദ്ദവും, കാരണം ഈ ഡയബറ്റിസ് ഒക്കെ തുടങ്ങുന്ന പ്രായം കുറഞ്ഞു വരികയാണ്. കുട്ടികളിലും പ്രീ ഡയബറ്റിസും ഡയബറ്റിസും രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനും എല്ലാം കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കുക. ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഡയബറ്റിസ് ആണെങ്കിൽ മരുന്ന് കഴിക്കണം, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്നതിന് പകരം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ അതിനെ കൃത്യമായിട്ട് ചികിത്സിച്ച് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വ്യായാമമൊക്കെ ചെയ്ത് അതിനെ നിയന്ത്രിച്ചാൽ അതിന്റെ സങ്കീർണത വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മളുടെ ഓരോരുത്തരും നമ്മുടെ പാരാമീറ്റേഴ്സ്, അത് ബ്ലഡ് പ്രഷർ ഉണ്ട്, അതുപോലെ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, വയറിന്റെ വണ്ണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പുരുഷന്മാർക്ക് 90 സെന്റിമീറ്റർ താഴെയും സ്ത്രീകൾക്ക് 80 സെന്റിമീറ്ററിൽ താഴെയും ആയിരിക്കണം അരക്കെട്ടിന്റെ അളവ്. അത് ടേപ്പ് വെച്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഭാരം, നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ തന്നെ നമ്മൾ നോക്കണം. അത് എന്തെങ്കിലും ഒരിക്കൽ നിർദ്ദേശം അനുസരിച്ച്. അതെ ഡോക്ടർ, നമുക്കിപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. സിന്ധു കല്ലമ്പലത്ത് നിന്നും സിന്ധുവാണ്. സിന്ധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എന്റെ മോക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. IT മേഖലയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോഴ് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞ് ക്ഷീണമൊക്കെ വന്നപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്, അതിന് വല്ല കുഴപ്പമുണ്ടോ? സപ്ലിമെന്റ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, സപ്ലിമെന്റ് എടുക്കാം. പിന്നെ വൈറ്റമിൻ ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഒരുപാട് പേർക്കും കുറവാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റ് എടുക്കുന്നതിന് തിരക്കേടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റുട്ടീൻ, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് പകരം വൈറ്റമിൻ മാത്രം എന്നുള്ളത് ആണ്, സപ്ലിമെന്റുകൾ ആണ് ഒരു കാര്യം നേരത്തെ ചോദിച്ചു. അപ്പൊ അതില് ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡി കുറവ്, സപ്ലിമെന്റ് കഴിക്കാൻ പറഞ്ഞാല് സപ്ലിമെന്റ് കഴിക്കാം. അങ്ങനെയുള്ള സപ്ലിമെന്റ് കഴിപ്പല്ലാതെ ഇപ്പൊ ജിമ്മിൽ പോകുന്നവര് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊടികൾ കഴിക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കാതെ അതിന് പകരം സപ്ലിമെന്റ് കഴിക്കുക. അപ്പൊ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഉള്ള സപ്ലിമെന്റ് കഴിപ്പാണ് നമ്മൾ ഒഴിവാക്കണം. അതിന് പകരം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത്. IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലിയുടെ രീതി തന്നെ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും, പല പല ടാർഗറ്റുകൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഇന്ത്യയുടെ പുറത്തുള്ള പല രാജ്യങ്ങളുമായിട്ടും ടെലികോൺഫറൻസ് ഒക്കെ നടത്തുമ്പോൾ തന്നെ ടൈം സോൺ വ്യത്യാസമായിരിക്കും, ഉറക്കം ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മനഃപൂർവ്വം ഈ നെസ്റ്റ്, നമ്മുടെ ഭക്ഷണം, കാരണം അപ്പോ നമ്മൾ അധികം നടക്കാത്ത ജോലിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ണം വീണ്ടും കുറയ്ക്കേണ്ടി വരും. അപ്പൊ വീണ്ടും നമ്മൾ കഴിക്കുന്ന ചോറിന്റെ അളവും നമ്മൾ വീട്ടിൽ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിശക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ സാലഡ് പോലെ കഴിക്കുകയോ അല്ലെങ്കിൽ അധികം കലോറി ഇല്ലാത്ത പേരയ്ക്ക തുടങ്ങിയത് കഴിക്കുകയോ ധാരാളം വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യണം. അതുപോലെ മനഃപൂർവ്വം ഇടയ്ക്ക് എണീറ്റ് നടക്കണം.
IT-യിലൊക്കെ ജോലിക്ക് പോകുന്നവർ ഒരു ജിമ്മിൽ ചേരുന്നതൊക്കെ നല്ലതാണ്. കാരണം ഇപ്പൊ പല IT ഓഫീസുകളിൽ തന്നെ ജിം, അതല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അതുകൊണ്ട് ഈ സ്വന്തം പിന്നെ സ്ലീപ്പ്, അപ്പൊ നമ്മൾ ആ ടൈം സോൺ വ്യത്യാസമൊക്കെ വരികയാണെങ്കിൽ ഏതാണ് നമ്മുടെ ജോലിയുമായിട്ട് ചേർന്ന് പോകുന്ന സമയം, ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം. ഈ ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ വാസ്തവത്തില് അങ്ങനെ ഷിഫ്റ്റ് വരുന്ന ജോലികളിൽ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുകൂടി അറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാഹചര്യമില്ലേ? അതുപോലെ കുട്ടികളുടെ ചെറുപ്പം മുതലേ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ശീലിപ്പിക്കാം? കുട്ടികളെ ശീലിപ്പിക്കുന്നതാണ് അവരുടെ ജീവിതത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതല്ലാതെ ഒരുപാട് സ്വത്ത് സമ്പാദിക്കുകയും വീട് വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒന്നുമല്ല. ആരോഗ്യശീലങ്ങൾ, കാരണം നമുക്ക് ഇപ്പം പച്ചക്കറി കഴിക്കണം, പഴം ഇഷ്ടമാണ്, പച്ചക്കറി ഇഷ്ടമാണ്, എനിക്ക് ജങ്ക് ഫുഡിനേക്കാൾ ഇഷ്ടം ഇതാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റും കോളയൊക്കെ വാങ്ങി കൊടുത്ത് ശീലിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ശീലം, കാരണം ഇപ്പൊ നമ്മൾ പഴം കഴിക്കണമെങ്കിൽ പഴത്തോട് ഒരു ഇഷ്ടം തോന്നുന്നത്, ഇഷ്ടമായിട്ട് പപ്പായ കഴിക്കുക, പേരയ്ക്ക കഴിക്കുക, അതല്ലെങ്കിൽ ദോശയും സാമ്പാർ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിട്ട് വരിക എന്നുള്ള ശീലം കുട്ടികളുടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും എക്സസൈസും ഫിസിക്കൽ ആക്ടിവിറ്റിയും സ്ക്രീൻ കുറയ്ക്കുന്നതും ഈ നെസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അമ്മയും അച്ഛനും ചെയ്യുന്നത് കണ്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. അമ്മയും അച്ഛനും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുട്ടികളും കഴിക്കും. അപ്പൊ അതാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തില് ഈ സ്തനാർബുദം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിന്റെ പ്രിവെൻഷൻ, അപ്പൊ അതിന് നമ്മൾ നേരത്തെ ആരോഗ്യമാനന്ദം എന്നുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുകയും ഒരുപാട് ക്യാൻസറുകൾ നേരിട്ട് കണ്ടുപിടിക്കും. സ്ത്രീകൾക്ക് പൊതുവിൽ ആശുപത്രിയിൽ പോകാനും ചെക്കപ്പ് നടത്താനും ഒക്കെ ബുദ്ധിമുട്ടുമാണ്, മടിയാണ്. അപ്പൊ ആ മടി മാറ്റി, പുറത്തെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ് അവർക്കുള്ള ചെക്ക് ലിസ്റ്റ് 30 വയസ്സ് കഴിഞ്ഞ് ഇന്ന ടെസ്റ്റുകൾ അത് ചെയ്യും. അപ്പൊ അത്തരത്തില് ചെയ്യണം. പിന്നെ പ്രതിരോധത്തിന്റെ, അതാണ് ടെസ്റ്റുകളുടെ കാര്യം, സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക് ചെയ്യണം. പിന്നെ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം, കൃത്യമായ നമ്മളുടെ വെയിറ്റ്, നമ്മുടെ ഇപ്പൊ വയറിന്റെ കുടവയറും സ്തനാർബുദവുമായിട്ട് ഉള്ള ബന്ധത്തിന്റെ പഠനങ്ങളൊക്കെ അടുത്ത സമയത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം ഈ സ്തനാർബുദ പ്രതിരോധത്തിന് വളരെ പ്രധാനമാണ്. ഇതൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ നാട്ടില് സാമൂഹികമായിട്ട് ഇപ്പോഴും പെൺകുട്ടികൾ പുറത്തിറങ്ങുകയും കളിക്കുകയും ജിമ്മിൽ പോവുകയും നമ്മുടെ സ്ത്രീകൾ ഒന്നിച്ച് നടക്കാൻ പോയി, നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളും നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ നോക്കിയാൽ അറിയാം കൂടുതൽ പുരുഷന്മാരാണ്. ജിമ്മിലെ സ്ത്രീകൾ വരുന്നുണ്ടെങ്കിലും കൂടുതൽ പുരുഷന്മാരാണ്. രണ്ടുപേരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വ്യായാമം ഒരുപോലെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു പരിഗണന, ഒരു കരുതൽ. കാരണം നമ്മള് വീട്ടില് രാവിലെ അച്ഛൻ നടക്കാൻ പോകുമ്പോൾ അമ്മ കൂടെ നടക്കണമെന്നുള്ളതും കുട്ടികളും നടക്കണമെന്നുള്ളതും ഒക്കെ ഒരു സാധാരണ കാര്യമായിട്ട്, ഒരു റുട്ടീനായിട്ട് വരേണ്ടത്. അതുകൊണ്ട് അത്തരം ശീലങ്ങളിൽ മാറ്റാൻ വേണ്ടി കൂടി ഈ വൈഫ് ഫോർ വെൽനെസ് എന്നുള്ള ക്യാമ്പയിൻ സഹായിക്കും എന്നുള്ളതാണ് അതിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഈ കൈരളി ചർച്ച പോലും നിങ്ങളും ഈ പ്രൈം ടൈമില്, വാസ്തവത്തില് കേരളത്തിന്റെ ആരോഗ്യമാണ് കേരളത്തിന്റെ പ്രൈം ടൈമിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അതിന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടി ഓരോരുത്തരിലേക്കും അറിവ് എത്തിക്കാൻ വേണ്ടി ഇപ്പൊ കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ചും മാധ്യമങ്ങളിലൂടെ ചർച്ചയിൽ വന്നു. അപ്പൊ ഭക്ഷണം, ഹെൽത്തി കുക്കിംഗ്, ആരോഗ്യകരമായിട്ട് എങ്ങനെ പാചകം ചെയ്യണം. നമ്മളെ മിക്കവാറും ഒരുപാട് നമ്മളുടെ രീതികളൊക്കെ തന്നെ ധാരാളം എണ്ണയും തേങ്ങയും ഒക്കെയാണ്. അതേസമയം രുചിയോടുകൂടിയുള്ള ഭക്ഷണം അധികം എണ്ണയൊന്നും ഇല്ലാതെ പാചകം ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മുടെ ഓരോ ദിവസത്തെ പച്ചക്കറിയുടെ അളവ് കൂട്ടാൻ പറ്റും. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടി അറിവ്, അതിനൊരു ഫെൽറ്റ് നീഡ്, എനിക്കത് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു തോന്നല് കോവിഡിന്റെ സമയത്ത് നമ്മൾ അറിയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചല്ലോ, വാക്സിൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അതുപോലെ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്ത, അത് വരുത്താൻ വേണ്ടിയിട്ട് കൂടി ഈ ഒരു ക്യാമ്പയിൻ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ, ഈ ന്യൂ ഇയർ പുതുവത്സരം പ്രമാണിച്ച് എല്ലാവരും റെസൊല്യൂഷൻ എടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അതിൽ പ്രധാന റെസൊല്യൂഷൻ പറയുന്നത് മദ്യപാനം അവസാനിപ്പിക്കും എന്നതാണ്. എന്നാൽ ന്യൂ ഇയർ പ്രമാണിച്ച് ന്യൂ ഇയർ ആരംഭിക്കുന്നത് തന്നെ മദ്യപിച്ച് ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നതാണ്. അതിന്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു കാര്യമാണ് മദ്യപാനം. കാരണം ഇപ്പൊ കുറച്ച് മദ്യം ഹാർട്ടിന് നല്ലതാണ്, സ്ട്രോക്കിന് നല്ലതാണെന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ആരോഗ്യരംഗത്തുള്ളവരും അത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 2023 ലാൻസെറ്റ് നടത്തിയ ഒരു വലിയ മെറ്റാ അനാലിസിസ്, ഒറ്റ സ്റ്റഡി അല്ല, ഒരുപാട് സ്റ്റഡികളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഡേറ്റ വെച്ചിട്ടുള്ള പഠനത്തിൽ കാണിക്കുന്നത് ക്യാൻസർ തുടങ്ങിയ എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട അപായ ഘടകങ്ങളിൽ ഒന്നാണ് മദ്യപാനം എന്നുള്ളതാണ്. അതിൽ 2023 സേഫ് ലിമിറ്റ് ഓഫ് ആൽക്കഹോൾ എത്രയാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്. അത് 0 മദ്യപിക്കാത്തവർ മദ്യപാനം തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മദ്യപിക്കുന്നവർ മദ്യത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവന്ന് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളമാണ് നല്ലത്. അപ്പൊ നമ്മളുടെ കുട്ടികളിലും നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രത്യേകിച്ചും ഈ സാമൂഹിക സാഹചര്യങ്ങളിലുള്ള ഒരു സാമൂഹിക അംഗീകാരം എങ്ങനെയോ മദ്യത്തിന് കൂടുന്നതായിട്ടാണ് അടുത്ത സമയത്ത് തോന്നുന്നത്. ഇത് വളരെ നമ്മൾ മാറ്റേണ്ട ഒരു പ്രവണത തന്നെയാണ്. അപ്പൊ മദ്യപാനത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കണം. അത് തുടങ്ങാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. തീർച്ചയായും. ആരോഗ്യം ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടർ, ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആണ് ചേർന്നത്. ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഹലോ ഡോക്ടർ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.